ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മുതുമലയിലെ വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരെന്തായാലും പോയി കാണണേ. അപ്പോൾ റിസോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വെറുതെ കാട്ടിലൂടെ ഞങ്ങളുടെ കാറെടുത്ത് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ. യാതൊരു പേടിയും ഒന്നുമില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഇതിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. എപ്പോഴും ഗ്രൂപ്പായിട്ടായിരിക്കും നടക്കുക കേട്ടോ. വല്ലപ്പോഴും വഴി തെറ്റി നമുക്ക് ഒന്നോ രണ്ടോ കാണാം, പക്ഷേ അധികവും ഗ്രൂപ്പായിട്ടായിരിക്കും. പിന്നെ ഇവർക്കൊരു ഹെഡ് ഉണ്ടാകും, അത് ആൺമാനായിരിക്കും, നല്ല കൊമ്പൊക്കെ ആയിട്ട്. ആ കൊമ്പ് വർഷത്തിലൊരിക്കൽ പൊഴിഞ്ഞ് വീഴുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ ഹെഡായിരിക്കും അത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും അവർ പ്രൊട്ടക്ഷനായിട്ട്, ഈ പുള്ളിമാൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ആ പർട്ടിക്കുലർ മാൻ നടക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൊമ്പ് നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിൽ വന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ദൊണ്ണ ബിരിയാണി ആയിരുന്നു, ഗ്രീൻ കളറിൽ. പിന്നെ ചോറ്, പപ്പടം, സാമ്പാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഫുഡ് ഇവിടെ ഒരു കുറ്റവും പറയാനില്ല കേട്ടോ. ഒരു ചേച്ചി, 2-3 ചേച്ചിമാരാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, രസം, ഉപ്പേരി, പപ്പടം, പിന്നെ നമ്മുടെ കബാബ്, നമ്മുടെ സ്വന്തം കബാബ്, പിന്നെ ഈ ദൊണ്ണ ബിരിയാണി. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലോണം ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ആൾ പിന്നെയും വന്നു. ഫുൾ ടൈം ഇവിടെ തന്നെ കേട്ടോ. 2 ഉണ്ട്. അതിലൊന്നിനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്, മറ്റേത് വേറെ എവിടെയോ ആണ്. അപ്പോൾ ഈ ചുറ്റുപാട് തന്നെയാട്ടോ ഈ മയിലുള്ളത്. അപ്പോൾ ഇതൊരാൺമയിൽ തന്നെയാണ്, പക്ഷേ ചെറിയ വയസ്സാണെന്ന് തോന്നുന്നു. 2 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർക്ക് പീലി കുറവായിരിക്കും. അതെല്ലാം കഴിഞ്ഞാലായിരിക്കും നല്ല പീലി വരിക. അപ്പോൾ പീലി കുറച്ചായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണല്ലോ അല്ലേ. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പ്രത്യേക പക്ഷീനെ കണ്ടോ? ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതും മുതുമലയിൽ കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പക്ഷികൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാവക്കാത്തോട്ടത്തിലെത്തി. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ ബാക്കിലാട്ടോ ഉള്ളത്. നോക്കൂ എത്ര എണ്ണ വിളഞ്ഞ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, അധികം മരുന്നൊന്നും അടിക്കാത്ത നല്ല അടിപൊളി പാവക്ക. അപ്പോൾ ചില റിസോർട്ട്സിൽ ഇങ്ങനത്തെ ഫാമിംഗ് എല്ലാം ഉണ്ടാവും കേട്ടോ. പാവക്ക, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പില, അപ്പോൾ അതിൻ്റെയൊക്കെ കൃഷി അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആനിമൽസിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. ഇവർ ചുറ്റും ഫെൻസിങ് എല്ലാം ഇടും, എന്നിട്ടായിരിക്കും ഒരു പ്ലോട്ടിൽ ചെറിയ സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. ഇവിടെ പിന്നെ അങ്ങനെ വലിയ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ ചിലതെല്ലാം കാടിൻ്റെ ഒത്ത നടുക്കായിരിക്കും. അവിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. പിന്നെ നമ്മുടെ മാൻകുട്ടന്മാർ പിന്നെയും ഇറങ്ങി. നോക്കൂ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. അപ്പോൾ ഈ 2 മാനിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, ആൺമാൻ. അപ്പോൾ ഇത് ബാക്കിയുള്ള മാനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ കൊമ്പ് നോക്കൂ എത്ര വലുതാണെന്ന്. അത് ഇടയ്ക്ക് പൊഴിയും തോന്നുന്നു. പിന്നെ നല്ല സൺസെറ്റ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ അല്ലേ സൺസെറ്റ്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഓറഞ്ച് കളറിൽ. ഇന്ന് മറക്കാനാവാത്തൊരു നല്ല ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ